ഹാളണ്ടിൻ്റെ ഹാട്രിക്കും മുഹമ്മദ് സലയുടെ പെനാൽറ്റി മിസ്സും എന്നായിരിക്കേണ്ടിയിരുന്നു ഈ വീഡിയോയുടെ തലക്കെട്ട്. പക്ഷേ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെ തന്നെയാണ്. എന്ത്? FA കപ്പ് ക്വാർട്ടർ ഫൈനലിൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി എത്തിഹാദിൽ വെച്ചിട്ട് നമ്മുടെ ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളിനെ 4-0 തകർത്ത് വിട്ടിട്ട് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. എക്സ്പെക്റ്റഡ് ആയിരുന്നു ഏകദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ ഫോമും പിന്നെ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫോമും കൂടി തട്ടി നോക്കുമ്പോൾ പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു സിറ്റി ലിവർപൂളിനെ മറികടക്കുന്നു. പക്ഷേ ഇമാതിരി രീതിയിൽ മറികടക്കുമെന്ന് വിചാരിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹാളണ്ടിൻ്റെ ഹാട്രിക്ക്. നമ്മൾ കുറച്ച് നാളുകളായി ഹാളണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മാസ്മരികമായ പ്രകടനം കണ്ടിട്ടില്ല. ആളൊരു കിടിലൻ പ്ലെയർ തന്നെ ആട്ടാ. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ആളുടെ ഭാഗത്തു നിന്ന് ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ളൊരു കളി കണ്ടിട്ടില്ല. അവസരങ്ങൾ പാഴാക്കുന്നു, അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള കുറേ ഒരു പഴിയും അങ്ങനത്തെ കുറേ സത്യാവസ്ഥ ഉണ്ടായില്ലേ. പക്ഷേ ഇന്ന് ഏർലിംഗ് ഹാലണ്ടിൻ്റെ ഭാഗം ഒരു ഫ്രീ ഫ്ലോ ആയിട്ടുള്ള മത്സരം കണ്ടത്. പെനാൽറ്റിയിലെ ഗോൾ അടിക്കുന്നു, പറന്ന് ഹെഡർ ചെയ്തിട്ട് ഗോൾ അടിക്കുന്നു, തിരിഞ്ഞ് ഗോൾ അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിംഗ് ഹാലണ്ട് സിറ്റിയുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ ഗോൾ അടിച്ചുകൊണ്ടിരുന്നത് അതേ ഒരു സ്റ്റൈൽ ഓഫ് ഗോളടിയാണ് ഇന്ന് കണ്ടത്. കിടിലൻ മത്സരമായിരുന്നു. 3 ഗോള് ഹാളണ്ടിൻ്റെ വക ഹാട്രിക്ക്, സെമന്യോയുടെ വക 1 ഗോളും. അങ്ങനെ 4-0 ലിവർപൂളിനെ എത്തിഹാദിൽ മുട്ട് കുത്തിച്ചിട്ട് പെപ്പും പിള്ളേരും FA കപ്പിൻ്റെ സെമിയിലേക്ക് കയറിയിട്ടുണ്ട്. സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ 50-50 50-50 ആണ് ബോൾ പൊസിഷൻ. ആർക്കും പ്രത്യേകിച്ചൊരു അഡ്വാൻറ്റേജ് അതിലില്ല. 7 ഷോട്ട് ഓൺ ടാർഗറ്റ് സിറ്റിക്കും 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ലിവർപൂളിനായിരുന്നു. പക്ഷേ 7 ഷോട്ട് ഓൺ ടാർഗറ്റിൽ 4 അവർ വലക്കുള്ളിൽ എത്തിച്ചു. ആര്? സിറ്റി. 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിട്ട് പോലും ഒരെണ്ണം പോലും വലക്കുള്ളിൽ എത്തിക്കാൻ ലിവർപൂളിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ലിവർപൂൾ തോറ്റ് പുറത്തായി. മുഹമ്മദ് സല ഒരു പെനാൽറ്റി മിസ്സാക്കി എന്നുള്ളത് ഏതായാലും മുഹമ്മദ് സല ഈ സീസണോട് കൂടി ലിവർപൂളിനോട് വിട പറയാണ്. പക്ഷേ അതൊരു നല്ല രീതിയിൽ വിട പറയാവുന്ന ലെവലിലാക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ പെനാൽറ്റി എങ്കിലും ഗോളാക്കി കിട്ടും. പക്ഷേ അത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ തടുത്തിട്ടു. അങ്ങനെ എന്തായാലും സിറ്റി നേരെ നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ ജയിച്ചിട്ട് FA കപ്പിൻ്റെ സെമി ഫൈനലിൽ കയറിയിട്ടുണ്ട്. വേറൊരു കാര്യം പറഞ്ഞുതരാം. 7-0 പോർട്ട് വെയിലിനെ ചെൽസി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ട് പഞ്ഞിക്കിട്ടിട്ടുണ്ട്. അതിനേക്കാൾ വേറൊരു രസം ഉണ്ടായത് പ്രീമിയർ ലീഗിലെ 1ാം സ്ഥാനത്ത് തുടരുന്ന ആർസണലിനെ ഞെട്ടിക്കുന്ന തോൽവി. ആരാ തോൽപ്പിച്ചത്? സൗത്താംപ്ടൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ചേർന്ന FA കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ആർസണലിനെ 2-1 ഈ സൗത്താംപ്ടൺ ഞെട്ടിച്ചത്. ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. ഇനി അതിൻ്റെ ഒരു കഥ അതല്ല. ഈ ട്രിപ്പിള് എന്ന് പറഞ്ഞാൽ ഒരു സീസൺ 4 കിരീടങ്ങൾ 3 കിരീടങ്ങൾ എന്നൊക്കെ ഈ ജനുവരി വരെയും നമ്മുടെ ആർസണലിനെ കുറിച്ച് വാഴ്ത്തി പാടിയിരുന്നവർ അന്ന് മാറ്റി. 4 കിരീടങ്ങൾ എന്നുള്ളത് അവർ കരബാവ് കപ്പ് ഫൈനലിൽ സിറ്റിയോട് തോറ്റു. അപ്പോൾ അത് 4 എന്നുള്ളത് 3 ആയി. ഇപ്പോൾ 3 എന്നുള്ളത് ഇപ്പോൾ 2 ആയിട്ടുണ്ട്. FA കപ്പിൽ തോറ്റത് അത് അവർക്ക് ഞെട്ടിക്കുന്ന തോൽവിയാണ്. കാരണം സൗത്താംപ്ടനോട് അവർ തോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്ക് എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ തോറ്റു, അവർ പുറത്ത്. ഇനി 2 കിരീടങ്ങളാണ് അവർ മുമ്പിലുള്ളത്. ഒന്ന് പ്രീമിയർ ലീഗ്, അത് ഏതാണ്ട് എടുത്ത മട്ടാണ്. ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ എന്തായാലും അവരെടുക്കും. പിന്നെയുള്ള ചാമ്പ്യൻസ് ലീഗാണ്, അത് കുറച്ച് കടുകട്ടിയാണ്. എന്താണെന്നറിയില്ല. പക്ഷേ തുടരെ 2 മെയിൻ മേജർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായത് ആർസണലിൻ്റെ ഒരു ക്ഷീണം തന്നെയാണ്.